ഇല്ലില്ല, പ്ലംബറിന്റെ കാര്യമല്ലേ? ഇല്ല സാറേ, ഉറപ്പായിട്ടും അങ്ങനെ ഉണ്ടാവില്ല സാറേ. ഞാനിപ്പോൾ അങ്ങോട്ട് വിളിക്കാട്ടോ. ഹലോ. അത് ശരി, ഒരു പട്ടിയുടെ വില പോലും തരാണ്ട് കേറി ഇങ്ങോട്ട് പോവേ. ഹലോ, ഞാനിവിടുത്തെ കെയർ ടേക്കറാണ്. ഒരു സോവാട്ടും ഇല്ല. ഞെക്കരുത്, ലിഫ്റ്റ് വരുവേ. കണ്ട ദേ 3-4 കവറും പിടിച്ചോണ്ട് ഇതിനകത്ത് ഇടിച്ചേറാനൊക്കത്തില്ല. പിന്നെ താൻ തന്റെ പേരും അഡ്രസ്സൊക്കെ അവിടെ രജിസ്റ്ററിൽ എഴുതിയ. അത് ശരി. ആ ഗേറ്റിനടുത്ത് ഒരുത്തൻ തൊപ്പിയും വെച്ച് സെക്യൂരിറ്റി യൂണിഫോം ഇട്ടിരിക്കുന്നതേ അവിടെ കാക്ക ഓടിക്കാനും മാമുണ്ണാത്ത പിള്ളേരെ പഠിപ്പിക്കാനൊന്നുമല്ല. എവിടെ? ഞാൻ കണ്ടില്ല. താൻ ഒന്ന് മാറിക്കേ. അത് ശരി, താൻ കണ്ടില്ലേ? ഇന്ന് തന്നെ കാണിച്ചിട്ടുള്ളൂ. താൻ അങ്ങോട്ട് വന്നേ. ആഹാ, ഇങ്ങോട്ടാ പറ്റി. കണ്ടോ അയാൾക്ക് ഇവിടെ എന്റെ കൂടെ പോകുന്നില്ലേ? ഇത്ര ചങ്കൂറ്റോ. ഇങ്ങോട്ട് ഇറങ്ങാൻ കളിക്കരുത്, മേലേക്ക് പോലെ. ഇവിടെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കണല്ലോ. അവിടെ എനിക്ക് ഇവിടെ ഇറങ്ങണ്ടേ? അങ്ങനെ ഇപ്പൊ ഇവിടെ ഇറങ്ങണ്ട. പുറത്തുനിന്നുള്ള ഡോർ ടു ഡോർ പോലുള്ള ഒരു പരിപാടി ഞാൻ ഇവിടെ അനുവദിക്കുന്നതല്ല. ഇതൊക്കെ പെറുക്കി എടുത്ത് 4Cയിൽ കൊണ്ടുവന്ന് തരണം. യു ഗോട്ട് ഇറ്റ്? അതർവൈസ് ഐ വിൽ ഷോ യു ഹു ഐ ആം. അതെ, ഒരുപാട് കീഴ് ജീവനക്കാരനുള്ള ഒരു മേലുദ്യോഗസ്ഥനാണ് ഞാൻ. ഓക്കെ, ഇതൊക്കെ എടുത്ത് അങ്ങോട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ മേലും കീഴും ഞാൻ നോക്കത്തില്ല, പറഞ്ഞേക്കാം. അതെ, നടു കുഴപ്പമുള്ളവരാ. 4Cയിലെ ഉഷ മാഡത്തിന്റെ അനിയത്തിയാ ജാനകി. ഇന്നലെ വന്നതാ. അതിന് ഞാൻ എന്ത് വേണം? ഇതൊക്കെ കെട്ടിപ്പറക്കി ഞാൻ ഇവിടെ കൊണ്ട് കൊടുക്കണോ? ഞാൻ ഇവിടുത്തെ കെയർ ടേക്കറാണ്. ഐ ഡോണ്ട് കെയർ. പറ്റിയ പണിയാ, നിർത്തണ്ട. നിന്റെ ഈ ഡ്യൂട്ടിക്കിടയിലുള്ള എക്സ്ട്രാ ഡ്യൂട്ടി നിർത്തി തരാട്ടാ. പരാതി കൊടുക്കാൻ പോവാ. പരാതി. എന്തിന്? ലിഫ്റ്റിൽ വെച്ച് കേറി പിടിക്കാൻ ചെന്നേന്. ആര്? ഞാനോ? പിന്നെ ഞാനോ? വലിയ പ്രശ്നമായി. കെയർ ടേക്കറാണ് പവി. കെയർ ടേക്കർ ഇതിലിട. എനിക്ക് ഇഷ്ടമുള്ള അത്രേ ഉള്ളൂ. സോറി മാഡം, ഇതൊരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കണം, അല്ലാതെ ഇമോഷണൽ ആയിട്ട് എടുത്ത് പരാതി ഒന്നും കൊടുക്കരുത്. പരാതിയോ? ആർക്ക്? എന്തിന്? താഴേക്ക് വാട്ടാ, നിനക്കാൻ വച്ചിട്ടുണ്ട്. ബൈ. സോറി, വിരലെടുക്കാൻ മറന്നു. കംപ്ലീറ്റ് മാനം പോയി. ആരാണോ കണിയേണ്ടത്? സന്ധ്യ എല്ലാം കെട്ടിപ്പൂട്ടി അവൻ കിടന്നോ? എന്തായാലും ചുമ്മാ കിടന്ന് ബഹളമൊക്കെയില്ലടാ. തുറക്കാൻ പറ്റും. എന്റെ പെൻഷൻ കൊണ്ടിരുന്നേ അങ്ങോട്ട് മാറ്റി തരാ. എന്റെ കെട്ടികളെ അമ്മേ എത്തി. ആ പാട്ട് നിർത്തലടാ, കേക്കട്ടെ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. കൊച്ചടാ, നമുക്ക് 4 ചോടം വെച്ചാലോ? ഈ ഫ്ലാറ്റിലെവിടെ നമ്മറുതാ? വെള്ളമടിച്ചൊരു വക്കീല് പോയേ, അല്ലെ ലിഫ്റ്റ് കിട്ടണ്ടോ? കൊച്ചേട്ടനെ അറിയുമ്പോ എപ്പോട്ട് നോക്കിയേ? ഞാൻ ചന്ദ്രൻ നോക്കിയത്. ഈടാ, ചന്ദ്രനൊക്കെ ഇപ്പൊ ചുരിദാർ തുടങ്ങി. ഇപ്രാവശ്യത്തെ കുമ്പരിക്കെങ്കിലും നാട്ടിലേക്ക് വരുമോ? ഓ, എനിക്കൊന്നും വരാൻ പറ്റത്തില്ല. മൊത്തിന് കല്യാണം എനിക്കായി. ചേച്ചി വിളിച്ചപ്പോ പറഞ്ഞില്ലല്ലോ. ചേച്ചി നിങ്ങളെ കാശിന് വേണ്ടി മാത്രമല്ലേ വിളിക്കുള്ളൂ. പോടാ.
10-15 വർഷം ഗൾഫിൽ കിടന്ന് മടച്ചല്ലോ എന്റെ കയ്യിൽ വല്ലതും ഉണ്ടോ? ആ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടവർക്ക് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടടാ. വേണം. എന്നിട്ട് കൊച്ചേട്ടൻ മാത്രം ഇങ്ങനെ നിത്യ ബ്രഹ്മശ്രീ ആയിട്ട് ദാമ്പത്യ സുഖം അറിയാതെ പാഴായിപ്പോട്ടെ. എന്തൊരു പ്രാക്കാടത്. പ്രാക്കല്ല, ദണ്ണുകൊണ്ട് വെച്ചിട്ടാ, അതുകൊണ്ട് പറഞ്ഞതാ. അപ്പച്ചി ചിറ്റപ്പനും ജീവിച്ചിരുന്നെങ്കിൽ ഈ ദിപ്പ് നിൽക്കോ? അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. 10ാം ക്ലാസ്സിൽ കിട്ടുന്ന സൈക്കിള് ഷഷ്ടിപൂർത്തി കിട്ടിയിരുന്നിനാ തള്ളിക്കൊണ്ട് നടക്കാനോ? അല്ല പിന്നെ ഇതൊരു കാച്ചിനും വെട്ടിയുമ്പോ കാന്താരിയും കുട്ടി അങ്ങ് അടിച്ചു. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോയേക്കുവാ. ഇപ്പൊ വിട്ട നൂത്തങ്ങ് പോവാം. സൂക്ഷിച്ചൊക്കെ പോടാ. ഓ എന്റെ ജാനകി, ഇന്നലെ തുടങ്ങിയതല്ലേ, വൈകിട്ട് ഗസ്റ്റുകൾ വരുമ്പോഴെങ്കിലും തീരുമോ നിന്റെ ഈ ഡെക്കറേഷൻ? ഇതേ ഞാൻ ഏറ്റെടുത്ത പണിയാ. അത് നല്ല ഭംഗിയായിട്ട് ഞാൻ തീർത്തിരിക്കും. നോ നോ നോ, ഇപ്പോഴല്ല. വൈകിട്ട് എല്ലാരും വന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ ടു എന്താ കാര്യം ഒരു കെയർ ടേക്കർ നിലയിൽ എനിക്ക് എല്ലാ കാര്യം പോയി എനിക്കറിയാം എന്താ ചെയ്യുന്നത്. എല്ലാത്തിനകത്ത് കയറി തലയിടും, അതുകൊണ്ട് ചോദിച്ചാ. ചുമ്മാ ഇരിക്കും. ഇവിടെ ഒരു ഫാമിലി ഉള്ളതാണ്. എവിടെയാണ്? അവിടെ മേലെ. ആരാണ് പോവേട്ടാ? എന്താണ് മേളിന്ന് ശബ്ദമെങ്കിൽ മരപ്പെട്ടിയായിരിക്കും. മരപ്പെട്ടിയോ? ഈ മരപ്പെട്ടിനെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ മരപ്പെട്ടി എങ്ങനെ ഇരിക്കണമെന്നറിയാവോ? അതിന് ഇഷ്ടമുള്ള പോലെ ഇരിക്കും. നീ ഒന്നും ഉണ്ടായിരുന്നേ. ഏത് പൊസിഷനിലാന്ന് എങ്ങനെ പറയാ? ഞാൻ ഫോൺ തന്നേ. എന്റെ ഫോണിന് വലിയ ഒന്നുമില്ലേട്ടാ. എറിയാനല്ല. അല്ലേ? കിട്ടിയോ? ആരും പേടിക്കരുത്, പ്രത്യേകിച്ച് കുട്ടികള്. അമ്മ മരപ്പെട്ടിയാ ഡെക്റ്റ് വഴി കയറിയതായിരിക്കും. അത് ആ വഴി തന്നെ പൊക്കോളും പവി. പോവേ അവിടെ ഇരുന്ന് പെറ്റ് പെരുക്കും. ഒറ്റയ്ക്കോ? ഇപ്പൊട്ടേക്ക് പിന്നെ ഫാമിലിക്ക് വന്നു കഴിഞ്ഞാൽ പെറ്റ് പെരുക്കുക, പിന്നെ എന്നെ കുറ്റം പറയാം. മരപ്പെട്ടി പെറ്റ് വരുന്ന ഇപ്പൊ ചേട്ടനെ ഇപ്പൊ ആർക്കും. നീ പോയിട്ട് ലാട്ടർ എടുത്തിട്ട് അല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബാൽക്കണിയിലുണ്ട്. ശരി. പവി, വൈകിട്ട് കുറെ ഗസ്റ്റ് വരുന്നതാ. ഗസ്റ്റ് ഒക്കെ വരാനുണ്ടായിട്ടാണോ അതവിടെ ഇരുന്നോട്ടെ എന്ന് പറയുന്നത്? പാർട്ടിയുടെ ഇടയ്ക്ക് അതങ്ങനെ താഴേക്ക് ഇറങ്ങി വന്ന പാർട്ടി കൊളായില്ലേ? വെറുതെ റിസ്ക് എടുക്കണോ? റിസ്ക് എടുത്താലല്ലേ ലൈഫിൽ സക്സസ് ഉള്ളൂ. പവിട്ടാ, ഓർഡർ വന്നു. അവി ബി കെയർഫുൾ. ഒരു കാര്യം തീരുമാനിച്ച അത് നടത്തിയിട്ടേ വരും. ഇനി അവിടെ ചെന്ന് അതിനെ ഉപദേശിച്ച് അത് നാണം കെട്ട് താനെ അവിടെ ഇറങ്ങി പോകും. അത് ശരിയാ. അത് തന്നെയാണല്ലോ എല്ലായിടത്തും. കിടിച്ചോണ്ട് കണ്ട് ഇവിടെ ശ്രദ്ധിക്കണം. വടിങ്ങന്ന് നീ വേറെ വടിയെടുത്തേ. താഴെ വീണ അപ്പ അടിച്ചോളണം. ഞാനോ? ലൈഫ് വെച്ചിട്ടുള്ള കളിയാ. കിടിച്ചോണ്ടിരിക്കുക. നിങ്ങൾ പുറത്തുനിന്നു.